ഇങ്ങനെയാണെങ്കിൽ മനുഷ്യജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മനുഷ്യജീവിതത്തെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് അത് എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. എങ്കിൽ ആ വിദ്യാഭ്യാസത്തിനും ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ ഒരു ഘടകമാണ് ഈ പറയപ്പെട്ട ലൈഫ് മോഡ്, അഥവാ വളരെ സിമ്പിളായിട്ട് നടക്കണം വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം കൃത്യമാണെങ്കിൽ അതിലെ രണ്ട് വക്താക്കൾക്കും, രണ്ട് അധ്യാപനം നടത്തുന്നവർക്കും വിദ്യാർത്ഥിക്കും അത് ആസ്വദിച്ച് ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അധ്യാപനം നടത്തുന്ന ഒരു അധ്യാപകന് ഇതൊരു കഠിനപ്രയത്നമായി മാറുന്നു, ഒരു അതിസാഹസികതയായി മാറുന്നു എങ്കിൽ അതിലെവിടെയോ തിരുത്തൽ ആവശ്യമുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഈ വിദ്യാഭ്യാസം ചെയ്യുന്നു എന്നത്, നേടുന്നു എന്നത് ഒരു പ്രയാസമായി മാറുന്നുണ്ടെങ്കിലും എവിടെയോ തിരുത്തൽ ആവശ്യമുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ പറയപ്പെട്ട ശരി എന്ന പക്ഷത്തേക്ക് വന്നാലുണ്ടാകുന്ന ഒരു അലാമത്ത്, ഒരു സിംറ്റമാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ദേശീയ ഗാനം ചൊല്ലി ആ ബെല്ലടിക്കുന്ന സമയം. കുട്ടിയുടെ മനസ്സിലുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ മാനസികാവസ്ഥ വീട്ടിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഉണ്ടാകും എന്നതാണ് ശരി. ഈ ഒരു അടയാളത്തിന് കുഴപ്പമുണ്ടെങ്കിൽ, അടയാളം ലഭ്യമല്ലെങ്കിൽ നാം ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു, ഒരു പുനരാലോചന നടത്തേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഇനി ഒരു അധ്യാപകന് ഈ ഒരു റൂട്ടിലെത്താൻ എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ച് ഏകപക്ഷീയമായി സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടേതായ രീതിയിൽ ഇടപെടുന്നതാണ്, അഥവാ ഒരു ഇൻറ്ററാക്ഷൻ, തഖാത്തുബ്. ഈ ഇടപെടലോടുകൂടെ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്നതുകൊണ്ട്, അത് നിങ്ങളുടെ അവകാശവും ആയതുകൊണ്ട് ആ അവകാശം വകവെച്ചുകൊണ്ട് ഞാൻ ഈ ഇടപെടൽ ആരംഭിക്കുന്നു. ഈ സമയം അവസാനിക്കുന്നത് വരെ ഞാൻ എൻ്റെ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കും. ഈ തുടങ്ങിയ ഈ സെക്കൻഡ് മുതൽ, റൈറ്റ് നൗ, ഈ സമയം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ റൈറ്റ് ഞാൻ അവകാശം വകവെച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യാം. ഞാൻ വാദിച്ചു വെച്ചത് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ ശരിയാം വണ്ണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു അധ്യാപകൻ അതൊരു സാഹസികതയായി, ഒരു പ്രയാസമായി, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പണിയായി മാറരുത്. വിദ്യാർത്ഥിക്കും അങ്ങനെ ആകരുത്. ഇത് പറയുമ്പോൾ ചിലരൊക്കെ അതിന് മറ്റൊരു എഴുതാപ്പുറം, പറയാപ്പുറം അത് വെച്ച് പുലർത്താറുണ്ട്. അത് കുട്ടി എങ്ങനെ ആയാലും ഇരിക്കട്ടെ, അതൊന്നും അങ്ങനെ നോക്കണ്ട എന്നാണ്. അങ്ങനെ അർത്ഥമില്ല. ഒരു കാരണവശാലും അങ്ങനെ ആകാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായ നോളേജ് കിട്ടണം. അതിലുപരി നോളേജ് നേടാനാവശ്യമായ സ്കില്ലുകൾ ലഭിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട സ്കില്ലുകളാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. നോളേജ് നേടാൻ ഇന്ന് മീഡിയം, വസീലകൾ, മാർഗങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ അതിലേറെ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ളത് ഒരു മെൻറ്ററിംഗ് ആണ്. ഒരു കുട്ടിക്ക് സ്കിൽ ഡെവലപ്മെൻ്റാണ്, മലക്കകൾ, കുട്ടിയുടെ നൈപുണികൾ രൂപപ്പെടുത്താനാണ് വിദ്യാഭ്യാസ പ്രക്രിയ കൊണ്ട് ഏറ്റവും കൂടുതൽ സാധിക്കേണ്ടത്. ഇതിൽ ഒരു കുട്ടിക്ക് സോഷ്യൽ സ്കില്ലുകൾ ഉണ്ടാകണം. അതുപോലെ പഠിക്കാൻ ആവശ്യമായ മറ്റ് സോഫ്റ്റ് സ്കില്ലുകൾ, ഡിസിഷൻ മേക്കിംഗ്,
അനലറ്റിക്കൽ തിങ്കിങ് തുടങ്ങിയ ഒരു കുട്ടിയിലുണ്ടായിരിക്കേണ്ട 100-120 സോഫ്റ്റ് സ്കില്ലുകൾ നമ്മുടെ സ്കൂളിങ്ങിലൂടെ കുട്ടിക്ക് കിട്ടിയിരിക്കണം. സത്യത്തിൽ ഇത് കിട്ടേണ്ടത് പ്രീ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. ഇനി അഥവാ അവിടെ വെച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ വെച്ച് ആ കുട്ടിക്ക് കിട്ടിയിട്ടേ കുട്ടിയെ നമ്മൾ തിരിച്ചയക്കാം. ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് വളരെ ആസ്വദിച്ചും വളരെ എളുപ്പത്തിലും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. പക്ഷേ ഏതൊരു ഫീൽഡിലും പരിശീലനം അനിവാര്യമാണ്. ഇന്ന് പരിശീലനം ചിലയിടങ്ങളിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു സെഷന് വന്നിരിക്കുമ്പോൾ എല്ലാവരെ കൊണ്ടും കുറച്ച് ബലൂണ് ഊതിപ്പൊട്ടിപ്പിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസുകൾ, ഐസ് ബ്രേക്കിങ്ങിന് വേണ്ടി ചെയ്യാറുള്ള ആക്ടിവിറ്റികൾ ചെയ്യുക എന്ന അന്ധമായ അനുകരണം നടന്നാൽ ട്രെയിനിങ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഇച്ചിരി ഹാസ്യമായി പറഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറയുന്ന അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ട്രെയിനിങ്ങിനെ നിർവചിക്കപ്പെടണം. ട്രെയിനിങ് നിർവചിക്കപ്പെട്ടാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നീന്തൽ പരിശീലിപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എങ്ങനെയാണ് ചെയ്യുക? ഈ വന്ന ട്രെയിനർ ആ പറയുന്ന കർമ്മം, ആ ഒരു കൃത്യം അത് വളരെ വ്യക്തമായി സാധ്യമാകും വിധം നടത്തുന്ന പ്രോസസ്സ് എന്തോ അതിന് പറയുന്ന പേരാണ് ആ പരിശീലനം. എങ്കിൽ അധ്യാപന പരിശീലനത്തിലും നടക്കേണ്ടത് ഈ അധ്യാപനം എന്നത് പ്രയോഗവൽക്കരിച്ച് അത് വിജയം കാണാൻ സഹായകമാകുന്ന രീതിയിൽ ഉള്ള പ്രോസസ്സായിട്ട് ട്രെയിനിങ് മാറണം. അഥവാ ഒരു ട്രെയിനിക്ക് തൻ്റെ പരിശീലിപ്പിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു കൃത്യം അത് സാധ്യമാകും എന്ന ധാരണയിലെത്തുകയും അത് പരിശീലിച്ച് റിസൾട്ട് കാണാൻ പറ്റും വിധമുള്ള ഒരു ഡ്യൂറേഷൻ, ഒരു പീരിയോഡിക്കലി മെത്തേഡ്, ഒരു സമയബന്ധിതമായ സമീപന രീതി അത് ഉണ്ടാകുമ്പോഴാണ് പരിശീലനമാകുന്നത്. ഈ പരിശീലന പ്രക്രിയ ഒരു അധ്യാപന ലോകത്ത് വളരെ അനിവാര്യമായ ഒന്നാണ്. ഇനി ഞാൻ വിഷയങ്ങളിലൂടെ കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് വിദ്യാലയങ്ങളിൽ അധ്യാപകർ ആശങ്കാകുലരാകാറുള്ള വിഷയം കുട്ടികളിലെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്ന വിഷയത്തിലാണ്. പഠനത്തിൽ ഇന്ന് പല കാരണങ്ങളാൽ പഠന വിഷയം അല്ലെങ്കിൽ പഠനത്തിലെ പിന്നോക്ക വിഷയം ഒരു വിഷയീഭവിക്കാതെ പോകാറുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു വിലയിരുത്തലിന് വേണ്ടി ബാക്കി വെക്കുന്നു. കൂടുതൽ പലപ്പോഴും അധ്യാപകർ ചോദിക്കാറുള്ളൊരു വിഷയം ഈ ബിഹേവിയറൽ ആയിട്ടുള്ള അഥവാ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിൽ വരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരുടെ പ്രതീക്ഷ, അത് എൻ്റെ കുട്ടി മതപരമായ തൻ്റെ ഒരു ജീവിത രീതി രൂപപ്പെടുത്താനും കൂടി നമ്മുടെ വിദ്യാലയ കാലയളവ് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിലെ ഈ ക്യാമ്പസ് പശ്ചാത്തലം സഹായകമാകണമെന്നാണ്. അത് നമ്മിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഈ പ്രതീക്ഷിക്കുന്നത് കുട്ടികളിൽ സാധ്യമാക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നാലോചിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആശങ്കകൾ നേരിട്ടേക്കാം. ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ചില വിഷയങ്ങൾ ചോദ്യചിഹ്നമായി മാറിയേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചർച്ച വിഷയമാക്കാൻ നിങ്ങൾക്ക് അവകാശം തന്നുകൊണ്ട് ഞാൻ താൽക്കാലികമായി ഒരു വിഷയം വിഷയമാക്കി മാത്രം സംസാരിക്കുന്നു. അത് നിങ്ങൾക്ക് കൃത്യമായി ഫലപ്പെടാൻ ചെയ്യേണ്ടത് അതിലെ റിയൽ മാറ്റേഴ്സ് വെച്ച് സംസാരിക്കാനും ഇടപെടാനും നിങ്ങൾ സന്നദ്ധമാവുകയാണ് ചെയ്യേണ്ടത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൈപ്പോത്തറ്റിക്കലായി അഥവാ സാങ്കല്പികമായി ഒരു ചോദ്യം ഉന്നയിക്കുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. സാങ്കല്പികമായി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കൃത്യമായി നല്ല ഒരു മുസ്ലിമിൻ്റെ ചിഹ്നമാണ്
ഒരു തൊപ്പി ധരിക്കുക. ഒരു മുസ്ലിം വിദ്യാർത്ഥിയുടെ നല്ല ഒരു സ്വഭാവമാണ് തൊപ്പി ധരിക്കുക. അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഹെയർ ഡ്രസ്സിങ് ചെയ്യുക. ഒരു നല്ല വേഷം, കൃത്യതയുള്ള ഒരു ഹെയർ ഡ്രസ്സിങ് സ്വീകരിക്കുക. ഇത് ഒരു നല്ല ഒരു രീതിയാണ്. ഈ ഒരു നല്ല രീതിയെ ഒരു കുട്ടി അംഗീകരിച്ച് ആ കുട്ടിയുടെ ഇഷ്ടത്തോടെ, കുട്ടിയുടെ തീരുമാനപ്രകാരം അത് ചെയ്യുന്നൊരു രൂപം. അത് വരാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് പറയുന്നൊരു ആൻസർ, ആ ആൻസർ ചിലപ്പോൾ അത് വൃഥാവിലായേക്കാം. അത് ഫലപ്പെടുന്നത് എപ്പോഴാണ്? ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ചോദിക്കുന്നു, എൻ്റെ ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളുണ്ട്, അതിൽ ഇത്ര വിദ്യാർത്ഥികൾ ഇന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. അഥവാ ഇപ്പോൾ ഹെയർ ഡ്രസ്സിങ്ങിലാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ആ കുട്ടികളോട് ഇന്നാലിന്ന രീതിയിലൊക്കെ പ്രതികരിച്ചു നോക്കി, പക്ഷേ എനിക്ക് ഫലം കിട്ടിയത് ഇങ്ങനെയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇത് റിയൽ മാറ്ററാണ്. ഒന്നാമത് പറഞ്ഞത് ഹൈപ്പോത്തറ്റിക്കലാണ്. ഈ ഹൈപ്പോത്തറ്റിക്കലിന് ഞാൻ ആൻസർ പറയും. എന്താണ് എൻ്റെ ആൻസർ? ഒരു സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻ, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം, അത് സുദൃഢമാവുക എന്നതാണ് ഞാൻ ഒന്നാമത് ആൻസർ പറയാം. ഈ ആൻസർ പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു ആശങ്കക്കിടയാക്കും. ഇപ്പോൾ ബന്ധം ശരിയല്ലേ? ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണല്ലോ, കുട്ടികൾ നല്ല ബന്ധമൊക്കെ തന്നെയാണ്, പക്ഷേ ഈ വിഷയം നടക്കുന്നില്ല എന്ന ഒരു കോൺഫ്ലിക്റ്റ് ലെവലിലേക്ക്, അഥവാ അതൊരു തർക്കത്തിലേക്ക് മാത്രം അത് ചെന്നണയും. പകരം വിഷയസംബന്ധിയായി മുന്നിൽ വെച്ച് സംസാരിക്കാൻ നമ്മൾ തുനിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാകുമ്പോഴാണ് ശരിക്കും കൃത്യമായി ഈ ഒരു ഇടപെടൽ ഫലപ്പെടുന്നത്. അപ്പോഴാണ്. ഞാൻ ചെറിയൊരു സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സ്ഥിരമായി കണ്ടിന്യൂ ആയിട്ട് നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാറുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി ഈ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് വരുന്നത് ഒരു പ്രത്യേക മോഡൽ ഹെയർ കട്ടിംഗ് ആണ്. അതായത് കുട്ടി തൊപ്പി വെക്കാറുണ്ട്. തൊപ്പി വെക്കുന്നത് എന്തിനാണെന്നറിയോ? തൊപ്പി വെക്കാൻ ഇഷ്ടമായിട്ടല്ല, പിന്നെ തലയിലെ മുടി മറച്ചു വെക്കാൻ, മുടി തിരികെ വെക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഈ തൊപ്പി വെക്കുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് പിന്നിലേക്ക് ഇറക്കി വെച്ച മുടി, ആ മുടി കോളർ ഇങ്ങനെ എടുത്തിട്ട് മുടി കോളറിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചിട്ടാണ് ഈ കുട്ടി വരുന്നത്. എന്നാൽ ഈ ഭാഗത്താണെങ്കിൽ കൃത്യമായി പരണ്ടി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ, ഈ കുട്ടി വരുന്ന സമയത്ത് ഈ അധ്യാപകനോട് സഹപാഠികളായ, സഹപ്രവർത്തകരായ തൻ്റെ കൂട്ടുകാർ അവർ പറഞ്ഞു, നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ആളാണല്ലോ, നിങ്ങൾ ക്ലാസ്സിലേക്കാണ് കുട്ടി വരുന്നത്, നിങ്ങൾ ഡീൽ ചെയ്യണം. ഇത് വർഷത്തിൻ്റെ തുടക്കമാണ്, ഇപ്പം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ് കുഴപ്പത്തിലാവും. അപ്പോൾ അദ്ദേഹം ആ വിഷയത്തെ പ്രത്യേകമായി അഡ്രസ്സ് ചെയ്തതൊന്നുമില്ല. അങ്ങനെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം തൻ്റെ സീനിയറായ ഒരു അധ്യാപകൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഇതാ ഈ കുട്ടി കണ്ടോ ഇങ്ങനെയുള്ളത്, ഇപ്പം തന്നെ ഡീൽ ചെയ്യണം കേട്ടോ, ശ്രദ്ധിച്ചോണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ വാണിങ്ങും കൂടിയായപ്പോൾ അദ്ദേഹത്തിന് അതൊരു അസ്വസ്ഥതയായി മാറി. അദ്ദേഹം ഒട്ടും അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. ക്ലാസ് വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ക്ലാസ് പിരിയുന്ന സമയത്ത് മറ്റെല്ലാ കുട്ടികളും വിഷ് ചെയ്യുന്നത് പോലെ ഈ കുട്ടിയും വിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ ഒന്ന് സംസാരിക്കാമോ? ഓ. അങ്ങനെ ഈ അധ്യാപകൻ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ച മാറ്റർ, മോനെ നിൻ്റെ കാലിന് എന്ത് പറ്റി? എന്തേ? നീ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് വേച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, എൻ്റെ കാല് പൊട്ടിയിട്ടുണ്ട്, കാലിന് പൊട്ടുന്ന അസുഖമുണ്ട്, വാതപ്പൊട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കാണിച്ചിട്ടില്ലേ? ഇല്ല. എന്തേ കാണിക്കാതിരുന്നത്? എൻ്റെ പിതാവിൻ്റെ കയ്യിൽ സാമ്പത്തികം ഇച്ചിരി കുറവാണ്, ജോലി എല്ലാ ദിവസവും ഇല്ലെങ്കിൽ വീട്ടിൽ പാചകം ചെയ്യാൻ പോലും പ്രയാസമായിരിക്കും. അപ്പോൾ പിന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതൊന്നും ഒരു സാധ്യതയുള്ള വിഷയമല്ല. അപ്പോൾ അങ്ങനെയാണോ?
അതെ. എന്നാൽ അതൊരു ഒരുപാട് ഒഴിവ് സമയം കൂടി കിട്ടുന്നൊരു സമയമായിരുന്നു തുടക്കം. അപ്പോൾ ഈ അധ്യാപകൻ ചോദിക്കുന്നു, അല്ല മോന് എന്തെങ്കിലും അത്തരം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന വല്ല പരിപാടിയും ചെയ്തുകൂടെ? ഈ കുട്ടി ചോദിച്ചു, അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടോ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ പക്വതയുള്ള പ്രതികരണം കേട്ടപ്പോൾ ഈ അധ്യാപകൻ ചോദിക്കുന്നു, മോനെ നീ ഇത്ര ഉഷാറായിരുന്നു, ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്റെ പക്ഷത്തു നിന്ന് ഇത്രയും ഒരു പക്വത അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിന്റെ ഈ രൂപം കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു അഭിപ്രായമുണ്ട്, എന്താ പറയട്ടെ? അതെ, നിന്റെ ഇത്രയും പക്വതയുള്ള നിന്റെ വ്യക്തിത്വത്തിന് ചേർന്നതല്ല ഈ ഫാഷൻ. അതുകൊണ്ട് സാമ്പത്തികമായി വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ എന്നോട് പറയണം. ശ്രദ്ധിക്കണം, ആ സ്ഥാനത്ത് ക്യാഷ് എടുത്തു കൊടുത്തിട്ട് വെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിയെ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യൽ വരെ ആയേക്കാം. പകരം കുട്ടിയെ ഒരു വ്യക്തിയായി പരിഗണിച്ചുകൊണ്ട് ഈ അധ്യാപകൻ കുട്ടിയോട് പറയുന്നു, നിനക്ക് ഇത് വെട്ടാൻ തോന്നുന്ന സമയം അത് വെട്ടാൻ എൻ്റെ പിന്തുണ ഉണ്ട്, എൻ്റെ കൂടി സഹായം ഉണ്ടാകും. ഇത് വെട്ടുന്ന സമയത്ത് നീ കുറച്ചുകൂടി ഉന്നതനാണ്. ഇത് പറയുമ്പോൾ ഈ അധ്യാപകന് ഷാഢ്യം ഇല്ല. ഏത് വിഷയത്തിൽ? ഈ കുട്ടി മുടി വെട്ടണം എന്ന വിഷയത്തിൽ. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വളരെ അപ്ഡേറ്റഡായ സൈക്കോളജി തെളിയിക്കുന്ന ഒരു വസ്തുതയാണ്, ഒരാളോട് ഒരു വിഷയം ഉണർത്തുന്ന സമയത്ത് നാം സ്വീകരിക്കേണ്ട ശൈലി വുഡ് ഉപയോഗിക്കുക, ഷുഡ് ഉപേക്ഷിക്കുക എന്നാണ്. ഇസ്ലാമും അങ്ങനെ തന്നെയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി, അദ്ദേഹം മുടി വെട്ടുന്ന വിഷയത്തിൽ മാത്രം വളരെ പിശകായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു പ്രതികരണം, ആളുഷാറാണ്, മുടിയും കൂടി വെട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഉഷാറാകുമായിരുന്നു. ഇത് പക്ഷേ എങ്ങനെ പറയരുത്? ദുരുദ്ദേശപരമായി പറയരുത്. എന്ന് പറഞ്ഞാൽ ഈ ഗുരുനാഥൻ ഈ വ്യക്തിയോട് പറയുന്നത്, നീ ഉഷാറാണെന്ന് പറയുമ്പോൾ നീ ഒട്ടും മോശമാണെന്ന് ഉദ്ദേശിക്കുന്നത്. എന്തിനു മാത്രമാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്? ഈ കുട്ടിയെ ഒന്ന് വളക്കണം, അവനൊന്ന് സോപ്പിടണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സുഖിപ്പിക്കുക എന്ന് പറയും. ഇത് കാപട്യമാണ്. അത് കാപട്യമാണ്. പകരം ഈ കുട്ടിയോട് ഒരു കുട്ടി നല്ലവനാണെന്ന് പറയാൻ എന്തും മതി, മനുഷ്യനാണ് എന്നുള്ള കാരണം മതി. അലഖദ് കറംനാ ബനി ആദം എന്ന ഖുർആനിൻ്റെ ആദർശം, ഐഡിയോളജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം. അതല്ല, ഒരു അപ്ഡേറ്റഡ് സൈക്കോളജിയെ ഫോളോ ചെയ്തുകൊണ്ടാണ് പറയുന്നതെങ്കിലും ഒരാളൊരു ഹ്യൂമൻ ആണ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒരാൾ മനുഷ്യനാണെന്നും വേണ്ട, ഒരു ജീവിയാണെന്ന് വെച്ചാൽ പോലും അയാൾ നല്ലവനാണ് എന്ന് പറയാം എന്നാണ്. കാരണം എന്താണ്? ഈ പ്രപഞ്ചം ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഭംഗി എത്ര വലുതാണ്. നമ്മൾ പ്ലാനറ്റോറിയത്തിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ എന്തുമാത്രം കൗതുകമാണ്. ആ കൗതുകമുള്ളത് ഈ ലോകമാണ്. അത്രയും കൗതുകമുള്ളതും അത്രയും കാഴ്ചഭദ്രമായി കിടക്കുന്നതുമാണ് ഈ ലോകം. ആ ലോകത്തിൻ്റെ ഒരു പാർട്ടാണ് ഈ ജീവിയെങ്കിൽ ആ ജീവി ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഖുർആനിൻ്റെ ഐഡിയോളജി ഫോളോ ചെയ്താണെങ്കിലും ഒരു മനഃശാസ്ത്രത്തെ ഫോളോ ചെയ്താണെങ്കിലും ഒരു ഗുരുനാഥൻ ഒരു കുട്ടിയോട് എന്ത് തോന്നണം? ഹീസ് ബ്യൂട്ടിഫുൾ എന്ന് തോന്നണം. തോന്നുന്നില്ലെങ്കിൽ ഫീ ഖൽബിക മറദുൻ, യു ഹാവ് സംതിങ്. അവിടെ എന്തൊക്കെയോ തിരുത്താനുണ്ട്. നമുക്കൊരു വിദ്യാർത്ഥിയുടെ കുറ്റമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തിനേക്കാൾ, നന്മയേക്കാൾ എങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു എഡിറ്റബിൾ ആയിട്ടുള്ള എന്തോ ഒരു കണ്ടന്റ് ഉണ്ട്, തിരുത്തേണ്ട എന്തോ ഒന്ന് നമ്മളിലുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥിയോട് ഈ ഗുരുനാഥൻ്റെ സമീപനം ഇത്ര കൃത്യമായിരുന്നു. കുട്ടിയോടൊരിക്കലും ഷാഢ്യമില്ല. എന്ത് സംഭവിച്ചു എന്നറിയോ? ഒരിക്കലും ഈ കുട്ടി തിരുത്തൂല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്
തൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഈ കുട്ടിയെ തിരുത്തി നിങ്ങൾ കാണിക്കണം, നിങ്ങൾ വലിയ ട്രെയിനിങ്ങിൻ്റെ ആളല്ലേ. ഇതായിരുന്നു സഹപ്രവർത്തകരുടെ ഭാഷ്യം. പക്ഷേ തൊട്ടടുത്ത ദിവസം ഈ കുട്ടി ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയം ആ മുടി വെട്ടി വന്നിരിക്കുന്നു. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോർമൽ ലെവൽ, ഒരു എക്സിക്യൂട്ടീവ് ലെവൽ എന്നാണ് ഞാൻ അതിന് പറയാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് കണ്ടപ്പോൾ കുട്ടികളെല്ലാവരും ഇത് ആശ്ചര്യത്തോടെ കണ്ടു. ഈ കുട്ടി മുടി വെട്ടി എന്നത് ഒരു ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. കുട്ടി ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ മുഖത്തും ഒരു തെളിഞ്ഞ മുഖമുണ്ട്, മുഖഭാവമുണ്ട്. കുട്ടിയുടെ മനോഭാവം, എന്നെ എൻ്റെ അധ്യാപകൻ കാണണം, എൻ്റെ അധ്യാപകൻ ഞാൻ മുടി വെട്ടിയത് കാണണം, ഇന്നലെ എന്നെ പരിഗണിച്ച് എൻ്റെ അധ്യാപകനെ തിരിച്ച് ഞാൻ പരിഗണിച്ചത് എൻ്റെ അധ്യാപകൻ ഇഷ്ടമാകണം. ഇത് ആ കുട്ടിയുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. ആ കുട്ടി ക്ലാസ് മുറിയുടെ കവാടത്തിൽ വന്ന് നിന്നപ്പോൾ മറ്റൊരു തമാശ. തലേ ദിവസം ഈ കുട്ടി മുടിവെട്ടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ വെല്ലുവിളി എന്ന ഭാഷയിൽ നേരിട്ട ആ സഹപ്രവർത്തകൻ വന്നു നിന്ന് ഈ കുട്ടിയുടെ തല പരതുന്നു. പരതിയിട്ട് ഇവിടെ കുറച്ചുകൂടി വെട്ടാനുണ്ട് എന്ന് പറയുന്നു. ആർക്കാണ് പ്രശ്നം? ഇവിടെ ഒരു അധ്യാപകന് സ്വീകരിക്കാവുന്ന സമീപനത്തിൽ ഏറ്റവും വലുത് ഒരധ്യാപകൻ നല്ല സ്വഭാവമുള്ളവനാവുക എന്നതാണ്. നല്ല സ്വഭാവം എന്താണ്? സ്വഭാവം എന്നത് പ്രത്യക്ഷത്തിൽ മറ്റൊരാൾക്ക് കാണണം. എൻ്റെ ഒരു അഭിസംബോധിതന് എന്നിൽ നിന്ന് സന്തോഷകരമായി കാണാൻ പറ്റുന്ന പ്രവർത്തനമാണ് എൻ്റെ സ്വഭാവം. എൻ്റെ അഭിസംബോധിതന് കാണാൻ പറ്റുന്ന, അവനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനമാണ് എൻ്റെ സ്വഭാവം. എങ്കിൽ അതെന്തായിരിക്കണം? പ്രഥമ ദൃഷ്ടിയ ഒരു അധ്യാപകനെ, ഒരു അധ്യാപികയെ, ഒരു ടീച്ചറെ ഒരു സ്റ്റുഡൻറ് കാണുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റിന് സന്തോഷമുണ്ടാകുന്ന മിനിമം 5 തിങ്സ്, ഒരു 5 കാര്യങ്ങളെങ്കിലും ഈ അധ്യാപകനിൽ ഉണ്ടാകണം. ഞാൻ ഒരിക്കലിത് പറയുമ്പോൾ ഒരു അധ്യാപകൻ ചോദിച്ചു, ഇപ്പോൾ പഴയ അത്രയും സമയമില്ല, മദ്രസ ഒരു റേഞ്ച് പ്രോഗ്രാമായിരുന്നു, പണ്ടത്തെ അത്രയും സമയം ഇപ്പോൾ കിട്ടുന്നില്ല, അതിനിടയിൽ 5 കാര്യമൊക്കെ കുട്ടികളെ സന്തോഷിപ്പിക്കാനും കൂടി ചെയ്യാനാണെങ്കിൽ പിന്നെ ക്ലാസ് എടുക്കാൻ സമയം കിട്ടലുണ്ടാവില്ല. എന്നാൽ അങ്ങനെയല്ല വസ്തുത. ഒരു അധ്യാപകൻ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ ചെയ്യാവുന്ന 5 കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. 1, ഐ കോണ്ടാക്ട്. അഥവാ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ പരിഗണനയോടുകൂടെ മുഖം കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, എൻ്റെ സ്റ്റുഡൻറ്റ് വരുന്നു, ഞാൻ ആ സ്റ്റുഡൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് നെവർ മൈൻഡാണ് എന്നത് അതൊരു മാരകമായ സ്വഭാവ ദൂഷ്യമാണ്. ഖുർആൻ അതിമാരകമായ 3 സ്വഭാവ ദൂഷ്യങ്ങൾ, വലിയ സാമൂഹ്യ ശൈഥില്യത്തിന് കാരണമാകുന്ന 3 സ്വഭാവ ദൂഷ്യങ്ങൾ എണ്ണിയപ്പോൾ അതിൽ പ്രഥമഗണനീയമായി എണ്ണിയത് ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ എന്നാണ്. സുഖ്രിയത്ത്. സുഖ്രിയത്ത് എന്നാണ്. സുഖ്രിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസരം വരുന്ന സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് സുഖ്രിയത്ത്. ഞാൻ ഒരു ഉയർന്ന സ്ഥാനത്താണ് എന്നതിൻ്റെ പേരിൽ മറ്റൊരാൾ കടന്നു വരുമ്പോൾ അയാൾക്ക് മുഖം കൊടുക്കാൻ തോന്നുന്നില്ല, അയാളോട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അയാൾ പറയുന്ന കാര്യം ചെവി കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ ഒന്നും ചെയ്യാതിരിക്കലാണ് സുഖ്രിയത്ത്. അയാളെ എൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ അയാൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് കുറച്ചിലാണ്, അതെനിക്ക് പോരാ. എൻ്റെ സ്റ്റുഡൻറ്റ് എൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് കുറച്ചിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് സുഖ്രിയത്ത്. അതിമാരകമായ സാമൂഹ്യ ശൈഥില്യത്തിന് കാരണമാകുന്ന ഒരു ജീർണതയാണ് ഈ അസുഖം. അതിൻ്റെ ഓപ്പോസിറ്റാണ്, അതിൻ്റെ സൊല്യൂഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് ബസ്തുൽ വജ്ഹ് എന്ന് അറബിയിൽ പറയാം, ഐ കോണ്ടാക്ട്.
ഒരു വിദ്യാർത്ഥിക്ക് മുഖം കൊടുക്കുക. മുഖം കൊടുക്കാൻ കുറേ സമയം വേണോ? വേണ്ട, 3 സെക്കൻഡ് മതി.